Hi students, in this video we are going to start our next topic, that is list. Okay, list means it's also a data type. Okay, so list is a number of items in an ordered or unordered structure. List is the number of items in an ordered or unordered structure. A list is defined recursively as either the empty list or a pair consisting of an object. That items, അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു എംപ്റ്റി ലിസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് മെനി ഒബ്ജക്ട്സ്. ആ ഒബ്ജക്ട്സിനെ നമ്മൾ ആറ്റംസ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, ദെൻ ലിസ്റ്റ് ആർ ഐഡിയലി സ്യൂട്ടഡ് ടു പ്രോഗ്രാമിംഗ് ഇൻ ഫങ്ഷണൽ ആൻഡ് ലോജിക് ലാംഗ്വേജ്. ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫങ്ഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലാണ്. ലിസ്റ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ ഇമ്പറേറ്റീവ് പ്രോഗ്രാംസ്. ഇമ്പറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യും. Clue provides a built-in type constructor for list, and a list class is easy to write in many object-oriented languages. Okay, Clue എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബിൽഡ്-ഇൻ കൺസ്ട്രക്ടർ തന്നെ ഉണ്ട്. അതേ കണക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് സച്ച് ആസ് ജാവ, C++, ഇവിടെയെല്ലാം നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യും. മോസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് പ്രൊവൈഡ് എക്സ്റ്റെൻസീവ് ലിസ്റ്റ് സപ്പോർട്ട്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യാറ്. ലിസ്റ്റ് വർക്ക് ബെസ്റ്റ് ഇൻ എ ലാംഗ്വേജ് വിത്ത് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻസ്. ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ലിസ്റ്റ് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് മെയിൻലി വരുന്ന റിക്കേഴ്സീവ് ടൈപ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി 3 ടൈപ്പുകളെയാണ് നമ്മൾ റിക്കേഴ്സീവ് ടൈപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് എ ലിസ്റ്റ്, ദെൻ സെറ്റ്, ദെൻ മാപ്പ്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓർഡേർഡ് ഓർ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. സെറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അവിടെ ഒരിക്കലും ഓർഡേർഡ് അല്ല, അവിടെ എപ്പോഴും അൺഓർഡേർഡ് ആണ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂണീക്ക് വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ സെറ്റ് മീൻസ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ സ്റ്റോർ യൂണീക്ക് വാല്യൂ വിത്തൗട്ട് എനി ഓർഡർ, അതാണ് സെറ്റ്. ദെൻ മാപ്പ് മീൻസ് കളക്ഷൻ ഓഫ് key and value pair with a fast key lookup. So these 3 types are termed as recursive types. First one is the list, then set and map. Low level languages typically do not provide these. Low level languagesൽ എന്തുണ്ടാവില്ല? ഈ recursive type എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടാവില്ല. ഹൈ ലെവൽ ആൻഡ് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഡു, സം ആസ് പാർട്ട് ഓഫ് ലൈബ്രറീസ്. പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജസിലും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിലും ഈ റിക്കേഴ്സീവ് ടൈപ്പ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. ദെൻ പേൾ, പൈത്തൺ, built-in list and arrays merged. In the case of C, Fortran and COBOL, there is no such type. In the case of C++, it's a part of STL. Okay, next is Java. ജാവയ്ക്കകത്തും ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്, ലൈബ്രറി ആയിട്ട് തന്നെ ഉണ്ട്. In the case of ML and Haskell language, list എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിൽഡിംഗ് ടൈപ്പ്. അതേ കണക്ക് സെറ്റ് ആൻഡ് മാപ്പ്, all of these are part of libraries. In the case of Pascal, there's a built-in set ഉണ്ട്, but only for discrete type with a few elements. In any language with record and pointers, the programmer can build list by hand. ഈ റെക്കോർഡ് അതേ കണക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവരാം. ലിസ്റ്റ് ഇൻ ML ആർ ഹോമോജീനിയസ്. ML എന്ന് പറഞ്ഞ ലാംഗ്വേജിലെ ലിസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിസ്റ്റിനകത്തുള്ള കംപ്ലീറ്റ് എലമെൻറ്റിൻ്റെ ഡേറ്റ ടൈപ്പ് സെയിം ആയിരിക്കണം. എവരി എലമെൻറ്റ്സ് ഓഫ് ദി ലിസ്റ്റ് മസ്റ്റ് ഹാവ് ദി സെയിം ടൈപ്പ്. Then in the case of Lisp list, it's a heterogeneous. അപ്പോൾ MLലുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലിസ്പ് എന്ന് പറയുന്ന ലോജിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഹെറ്ററോജീനിയസ് ആണ്. ഓക്കെ, ഹെറ്ററോജീനിയസ് മീൻസ് വാട്ട്? ഒരു സിംഗിൾ ലിസ്റ്റിനകത്ത് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പ് വരുന്ന എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. An ML list is usually a chain of block, each of which contains an element and a pointer to the next block. A Lisp list is a chain of consoles, each of which contains 2 pointers, one to the element and to the next console. An ML list is enclosed in square bracket with elements separated by commas. ഇങ്ങനെയായിരിക്കും ML ലാംഗ്വേജിലെ ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ്, then each element separated by commas. But in the case of Lisp language,
A list is enclosed in parentheses with elements separated by white space. ലിസ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ലിസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, പാരാന്തസിസിലായിരിക്കും. അതേ കണക്ക് ഈച്ച് എലമെൻറ്റ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് ബൈ white space. In both these cases, that in the case of ML list and list, the notation represent a proper list. ഒരു പ്രോപ്പർ ലിസ്റ്റിനെ ആയിരിക്കും ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. In list, it is also possible to construct an improper list whose final pair contains two elements. A dotted list is either an atom or a pair consisting of two dotted lists separated by a period and enclosed in parentheses. The dotted list ഈ സെയിം ലിസ്റ്റ്, ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ ലിസ്റ്റിനെ നമുക്ക് ഇങ്ങനെയും പ്രിപ്പയർ ചെയ്യാം. ഇതാണ് ഡോട്ടഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോട്ടഡ് ലിസ്റ്റ് എ ഡോട്ട് എഗെയിൻ ബ്രാക്കറ്റിൽ ബി ഡോട്ട് സി ഡോട്ട് ഡി ഡോട്ട് ഡിക്ക് ശേഷം ഒന്നുമില്ല. സോ നമ്മളവിടെ നൾ സെറ്റ് ചെയ്യും. ഓക്കെ, വിച്ച് ഇസ് സെയിം ആസ് എ ബി സി ആൻഡ് ഡി. Then now we are going to discuss some basic operation in the case of list. Okay, so basic list operations in Lisp എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ലിസ്റ്റ് ഓപ്പറേഷൻസാണ് ഈ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ദിസ് സിമ്പിൾ മീൻസ് ഇറ്റ്സ് ഇവാലുവേറ്റ് ടു, അതുകൊണ്ട് ഈ ഒരു സിമ്പിൾ മീൻസ് ഇവാലുവേറ്റ് ടു. ദി സി എ ആൻഡ് സി ഡി ആർ ഓഫ് ദി എം ടി ലിസ്റ്റ് ആർ ഡിഫൈൻഡ് ടു ബി നിൽ ഇൻ കോമൺ ലിസ്പ്. ജസ്റ്റ് ഇത് നോക്കിയേ. CONS എന്ന് പറഞ്ഞാൽ വി ആർ കൺസ്ട്രക്റ്റിംഗ് എ ലിസ്റ്റ്. the first element A, second element B. CONS means constructing a list with the first element and second element B. And the result എന്ന് പറയുന്നത് ലിസ്റ്റ് എ ബി. ദെൻ CAR എന്ന് പറയുന്നത് കണ്ടൻറ്റ് ഓഫ് അഡ്രസ് രജിസ്റ്റർ, കണ്ടൻറ്റ് ഓഫ് അഡ്രസ് ഓഫ് രജിസ്റ്റർ. CDR എന്ന് പറയുന്നത് കണ്ടൻറ്റ് ഓഫ് ഡിക്രിമെൻറ്റ് ഓഫ് രജിസ്റ്റർ. CAR എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ആ ലിസ്റ്റിലെ ഫസ്റ്റ് എലമെൻറ്റിനെ ആയിരിക്കും. സോ CAR ഓഫ് എ കോമ ബി എന്ന് പറയുമ്പം ഇറ്റ് റിട്ടേൺസ് ദി ഫസ്റ്റ് എലമെൻറ്റ്, ദറ്റ് ഇസ് എ. CAR ഓഫ് നിൽ, ഇതിനകത്ത് ഒരു എലമെൻറ്റും ഇല്ല. സോ ഇറ്റ്സ് ആൻ എറർ മെസ്സേജ്, ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. CDR എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഓൾ ദി എലമെൻറ്റ്സ് എക്സെപ്റ്റ് ഫസ്റ്റ് എലമെൻറ്റ്. CDR ഓൾവേസ് റിട്ടേൺസ് all the balance elements except first element. So CDR of ABC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫസ്റ്റ് എലമെൻറ്റ് ഇസ് എ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ദാറ്റ് ഇസ് ബി സി. CDR of A എന്ന് പറഞ്ഞാൽ എ ഇസ് ദ ഫസ്റ്റ് എലമെൻറ്റ്, അതിനുശേഷം ബാക്കി CDR ഇല്ലല്ലോ. സോ ഇറ്റ് റിട്ടേൺസ് എ നിൽ. CDR of നിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ എറർ മെസ്സേജ്. നെക്സ്റ്റ് അപ്പൻഡ് എ ബി, ലിസ്റ്റ് എ ബി ആൻഡ് ലിസ്റ്റ് സി ഡി. അപ്പൻഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചത്, ദാറ്റ് ഇസ് what the result will be A, B, C, D. Okay, now ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ CAR and CDR, it's a function for extracting content of the list. CONS means constructing the list. CAR changing the first element of the list. Set CR, set CDR changing the rest of the element of the list. അപ്പം ഈ പറഞ്ഞത് ലിസ്പിലെ ഓപ്പറേഷൻസാണ്. ഇനി ML എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഓപ്പറേഷൻസ് അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും. എ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ബി റിസൾട്ട് വിൽ ബി എ ലിസ്റ്റ്. ദെൻ ഫസ്റ്റ് എലമെൻറ്റിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഇൻ ദ കേസ് ഓഫ് ലിസ്പ് വി യൂസ് ദി ഫങ്ഷൻ CAR, ബട്ട് ഹിയർ വി വിൽ യൂസ് ദി ഹെഡ്, HD, ഹെഡ് എ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റിലെ ഫസ്റ്റ് എലമെൻറ്റിനെ റിട്ടേൺ ചെയ്യും. ഒരു നൾ അല്ലെങ്കിൽ എം ടി ലിസ്റ്റാണ് ഹെഡ് എന്ന് പറഞ്ഞ ഫങ്ഷനിലോട്ട് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ റൺ ടൈം എക്സെപ്ഷൻ കാണിക്കും. T1 represents the tail. അപ്പം ഹെഡിന് ശേഷമുള്ള ബാക്കി എലമെൻറ്റ്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, ദാറ്റ് ഇസ് ബി സി. T1 ഓഫ് എ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നിൽ. ദെൻ T1 ഓഫ് എം ടി സെറ്റ് എന്ന് പറയുന്നത് എഗെയിൻ എ റൺ ടൈം എക്സെപ്ഷൻ. ദെൻ രണ്ട് ലിസ്റ്റിനെ അപ്പൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മേർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഇവിടെ രണ്ട് ലിസ്റ്റിനിടയ്ക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന ഓപ്പറേഷൻസ് അല്ലാതെ ലിസ്റ്റിന് കുറച്ച് അതർ ഫങ്ഷണാലിറ്റീസും കൂടെ ഉണ്ട്. ബോത്ത് ML ആൻഡ് ലിസ്റ്റ് പ്രൊവൈഡ് മെനി അഡീഷണൽ ലിസ്റ്റ് ഫങ്ഷണാലിറ്റീസ്. ഓക്കെ, ലിസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ടെസ്റ്റ് എ ലിസ്റ്റ് to see if it is empty. It returns the length of a list. It returns the nth element of a list, or a list consisting of all but the first n elements. Then reverse the order of the elements of a list. Search a list for element matching some predicate
or applying a function to every element of a list, returning the result of as a list. Okay, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ functionalities provided by list in the case of ML and Lisp language? Okay, so you have to point out all these features. Next topic is file input and file output. As we all know, input output devices are mainly used to communicate with the outside world. Input output facilities allow a program to communicate with the outside world. Input output എന്ന് പറഞ്ഞാൽ mainly two types എന്ന് പറയും. First one is the interactive IO and second one is the IO with the files. Interactive IO generally implies communication with the human user or physical device. Similarly, files generally refers to offline storage implemented by the operating system. Files may be categorized into two. First one is a temporary file and second one is a persistent file. Temporary file എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് മാത്രം ആക്റ്റീവ് ആവുന്ന ഫയലാണ് ടെമ്പററി ഫയൽ. ആ ഒരു പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് തീരുമ്പോഴത്തേക്ക് ആ ഫയൽ ഓട്ടോമാറ്റിക്കലി എന്താവും, ഇറ്റ് വിൽ ഗെറ്റ് അൺഅവൈലബിൾ. ഓക്കെ, പെർസിസ്റ്റൻറ്റ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും അത് ആക്റ്റീവ് ആയിരിക്കും, നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആയതിനു ശേഷം ആക്റ്റീവ് ആയിരിക്കും. അങ്ങനത്തെ ഫയൽസിനെയാണ് പെർസിസ്റ്റൻറ്റ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, നൗ we may go into the definitions of both. Temporary files means it exists for the duration of a single program run. Their purpose is to store information that is too large to fit in the memory available to the program. അപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫയലാണ് ടെമ്പററി ഫയൽ. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം വളരെ ലാർജ് ആണെങ്കിൽ എല്ലാം കൂടെ നമുക്ക് പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടെമ്പററി ഫയൽസും കൂടി യൂസ് ചെയ്യും. Persistent file allows a program to read data that exists before the program begin execution and to write data that will continue to exist after the program has it. പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഫയൽസ് യൂസ് ചെയ്യും. സിമിലർലി പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഫയൽസ് യൂസ് ചെയ്യും. അങ്ങനത്തെ ഫയൽസിനാണ് പെർസിസ്റ്റൻറ്റ് ഫയൽസ് എന്ന് പറയുന്നത്. Input output is one of the most difficult aspects of a language to design. Some languages provide built-in data, file data type and special syntactic constructor for I/O. The data in a text file are stored in character form but may be converted to and from internal type during read and write operations. Example, consider the text I/O facility for Fortran, Ada, C and C++. So that's about in this video. Thank you.